ഹലോ, ഇന്ന് ഞാൻ പുറത്തേക്ക് പോണ ഒരു ദിവസമാണ്. എന്തിനാണ് ഞാൻ പുറത്തേക്ക് പോകണമെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ജീൻസും ടോപ്പ് എന്നൊക്കെ നമ്മൾ മാക്സിൽ നിന്ന് എടുത്തതാണ്. ഇതിൻ്റെ പ്രൈസൊന്നും ഞാൻ ഓർക്കുന്നില്ല. കുറച്ചായി ഇത് എടുത്തിട്ട്. ഞാൻ എന്തിനാണ് പുറത്തേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കളർ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒട്ടും ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമൊന്നുമല്ല ഞാൻ ഹെയർ കളർ ചെയ്യണം. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. മുടി ഭയങ്കരമായിട്ട് ഫ്രഷ് ആവും, ഇങ്ങനെ ഒരുപാട് കളർ അങ്ങനെ. പക്ഷേ എനിക്ക് എന്തോ ലൈഫിൽ കുറച്ച് ചേഞ്ച് വേണമെന്ന് തോന്നിയപ്പോൾ ചേഞ്ച് വേണം, അത്ര ചേഞ്ച് എന്ന് തോന്നിയപ്പോഴാണ് എനിക്ക് ഹെയറുമ്മ പണിയാൻ തോന്നിയത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പോയി കളർ ചെയ്യാം, നശിപ്പിച്ചേക്കാൻ മുടി എന്നുള്ളത്. അമ്മ വന്ന് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. വായോ നേരം വൈകി എന്നും പറഞ്ഞിട്ട് ഒച്ചപ്പാടും ബഹളമായിരുന്നു. മതി മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി എന്നെ കമൻറ്റ് അടിച്ച് പോയതാണ്. അപ്പോൾ നമ്മളെന്താ ആധികാരികമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഹെയർ കളറിങ്. ഒട്ടും പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കിട്ടിയ അവസരത്തിൽ ഞാൻ അത്യാവശ്യം കുറച്ച് കളറൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ എത്രത്തോളം ചേരുമെന്നൊന്നും അറിയില്ലല്ലോ ഹെയർ കളറിങ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അത്യാവശ്യം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും കളറടിച്ച് വരുമ്പോൾ ബംഗാളി ലുക്കാവോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പേടി. ആ കളറിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ എൻ്റെ ഇപ്പോൾ ശബ്ദമൊന്നും ശരിയാവാത്തത്. ആ കളറിങ്ങിൽ ഹെയർ വാഷ് കഴിഞ്ഞിട്ട് ശരിക്കും തലയൊന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അന്ന് തന്നെ ഞാൻ കിടപ്പിലായി ഗൈസ്. അങ്ങനെ തല തുടയ്ക്കാണ്ടിരിക്കണത് ഒരു ശീലമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് പനി പിടിച്ചത്. എൻ്റെയൊക്കെ ഒരു ഗതികേട്, കാശ് കൊടുത്ത് ഹെയർ കളർ ചെയ്ത് പിന്നീട് ആശുപത്രി പോയി കാശ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് ഗൈസ്. അങ്ങനെ ഞാൻ റെഡിയായി ഇറങ്ങി. അമ്മയ്ക്ക് കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴത്തേനും കുറച്ച് നേരം വൈകിയായിരുന്നു. നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അവർ പെട്ടെന്ന് നമ്മളെ വിളിച്ചു കേട്ടോ. അങ്ങനെ ഹെയർ കട്ടും വാഷൊക്കെ ചെയ്തു, കളറും ചെയ്തിരിക്കുകയാണ്. പോസ്റ്റാണ് തലയിലൊക്കെ കുണ്ടാണ്ടം വെച്ചിട്ട് ഇവർ എന്നോട് കൊണ്ടുവന്നിരുത്തി പോസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോറടിക്കുന്നു. അങ്ങനെ കുറച്ചധികം നേരത്തെ ഒരു പോസ്റ്റിന് ശേഷം എൻ്റെ ഹെയർ അവർ സ്റ്റീം ചെയ്തു കേട്ടോ. ഞാൻ പുക വരാണ്ട് പേടിച്ചു പോയായിരുന്നു ഫസ്റ്റ്. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ഹെയർ വാഷ് ചെയ്ത് വീണ്ടും പിന്നെ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ ബംഗാളി ലുക്ക് ആയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെ ഒറിജിനൽ ഹെയറിനേക്കാളും വലിയ ഡിഫറൻസ് ഇല്ല കേട്ടോ. എടുത്തെക്കുമ്പോഴാണ് കേട്ടോ ഭയങ്കരമായിട്ട് എടുത്ത് കളറ് കാണിക്കുന്നത്. അല്ലാത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിൻ്റെ ലാസ്റ്റ് കുറച്ച് പിക്സ് ആഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം, അടിപൊളിയായിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ പറഞ്ഞാൽ സ്റ്റേ ട്യൂൺഡ്, ലവ് യു ഓൾ, ഉമ്മ. How long can you hold until your breath falls? It's been too long now.